യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇമ്മാനുവേൽ മിഷൻ ടിവിയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇപ്രകാരം ദൈവവചനമായിട്ട് നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം അടിയങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ഒരുക്കി തന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങളെ ഓർത്ത് നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വചനം നമ്മളെ ദിനംതോറും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന ദൈവവചനമായിരിക്കാൻ നന്ദിയോടെ വാഴ്ത്തുന്നു. ദിനംതോറും അത് കേൾക്കുവാനും വായിക്കുവാനും പഠിക്കുവാനും സ്വർഗം നമുക്ക് നൽകുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ഈ പകലിലും തിരുവചനവുമായി നിങ്ങളുടെ മുൻപാകെ നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും ഒരുക്കിയ നല്ല സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പകൽ 119 സങ്കീർത്തനത്തിന്റെ 18 വാക്യമാണ് ഇന്ന് നമ്മുടെ പൊതുവായ ധ്യാനത്തിനും ചിന്തയ്ക്കും വേണ്ടി തിരുമുൻപാകെ നാം വായിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വചനം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. 119 സങ്കീർത്തനത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. 119 സങ്കീർത്തനത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ദൈവവചനത്തിന്റെ പ്രാധാന്യതയെ കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സങ്കീർത്തനമാണ് 119 സങ്കീർത്തനം. വലിയ സങ്കീർത്തനമാണ്. അതിലെ എല്ലാ വാക്യങ്ങളും നാം പഠിക്കുമ്പോൾ ദൈവവചനത്തിലൂടെയുള്ള ആധികാരികമായ അനുഗ്രഹങ്ങൾ, അതിന്റെ നന്മകളെ, അതിന്റെ വിടുതലുകളെ കുറിച്ച് ദീർഘമായി നമ്മളോട് സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് 119 സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് പകലിൽ നാം വായിച്ച വാക്യത്തിലെ ചില ചിന്തകൾ വേഗത്തിൽ പങ്കുവച്ച ശേഷം ഞാൻ എന്റെ വാക്കിൽ ഇവിടെ ചുരുക്കുന്നു. ആ വാക്യപ്രകാരമാണ് പറയുന്നത്: നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. സങ്കീർത്തനക്കാരൻ ഇവിടെ ആഗ്രഹിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങൾ, അത് കാണാനുള്ള തന്റെ വാഞ്ച, ആ വാഞ്ച അനുസരിച്ച് താൻ ദൈവത്തോട് പറയുകയാണ്: കർത്താവെ, ഇപ്പോഴായിരിക്കുന്ന എന്റെ അവസ്ഥയിൽ നിന്നും എന്റെ കണ്ണിനെ തുറന്ന് അത് കാണാനുള്ള കൊതി, അത് കാണാനുള്ള ആഗ്രഹം വ്യക്തമാക്കുന്ന ഒരു വാക്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ സന്നിധാനത്തെങ്കിൽ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. ആ ഒരു വാഞ്ച ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വചനങ്ങൾ നമുക്ക് വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുകയുള്ളൂ. ലോകപ്രകാരം അനേക ആയിരക്കണക്കിന് ജനങ്ങൾ ലോകത്തുള്ളപ്പോൾ, അനേക മിടുക്കന്മാർ, മഹാന്മാർ ലോകത്തുള്ളപ്പോൾ അവരെല്ലാം ദൈവത്തിന്റെ വചനം നമ്മളെക്കാൾ കൂടുതൽ വായിക്കുകയും പഠിക്കുകയും അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും കാണാൻ കഴിയാത്തതായ അത്ഭുതങ്ങൾ ദൈവമക്കളാകുന്ന നമ്മൾക്ക് യഥാർത്ഥമായി തിരുവചനത്തിലൂടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമെന്ന് ഈ പകൽവേള ഞാൻ ഓർപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, കൃപയാൽ നമുക്ക് ദൈവവചനത്തിലെ അത്ഭുതങ്ങളെ വ്യക്തമായി കാണുവാൻ, ആരാണ് ആ ദൈവിക അത്ഭുതം, എന്താണ് അതിലെ അത്ഭുതങ്ങൾ എന്ന് കാണുവാൻ ഈ ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ച ദൈവകൃപയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. റോമാലേഖനത്തിൽ പറയുന്ന പോലെ അവർ ദൈവത്തെ കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും ഈ ലോകത്തിന്റെ അധിപതികൾ അവരുടെ കണ്ണുകളെ കുരുട്ടാക്കി കളയുമ്പോൾ, വ്യക്തമായി ദൈവത്തെ കാണാൻ കഴിയാതെ വണ്ണം ഈ ലോകത്തിന്റെ മോഹങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ, കൃപയാൽ നമുക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വ്യക്തിപരമായി പകലിൽ നാം ഈ വചനത്തെ വ്യക്തമായി പഠിക്കുമ്പോൾ വചനത്തിലൂടെ ദൈവം കണ്ണു തുറന്ന ചില വ്യക്തിത്വങ്ങളെ ഞാൻ ഈ പകലിൽ നിങ്ങളുടെ മുൻപാകെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 21 അധ്യായത്തിലെ വാക്യങ്ങൾ നമുക്കറിയാം. ഹാഗാറും അബ്രഹാമും തമ്മിലുള്ള ഒരു പ്രശ്നത്തിന്റെ മധ്യത്തിലാണ് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. സാറ ഹാഗാറിനെ പുറത്താക്കുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയപ്പോൾ ഒരു പ്രാവശ്യം അവൾ ഓടിപ്പോയി. ആ ഓടിപ്പോയ അവസ്ഥയിൽ നിന്നും അവളെ ദൂതൻ തിരിച്ച് തന്റെ ഭവനത്തിലേക്ക് മടക്കി അയച്ചതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ വീണ്ടും പ്രശ്നങ്ങൾ ഭവനത്തിൽ ഉണ്ടായ ശേഷം അവളെ അബ്രഹാം ഒരു തുരുത്തി വെള്ളവും അടയുമായിട്ട് അവളെ പറഞ്ഞയക്കുന്ന നിമിഷങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. അബ്രഹാം തന്റെ ഭവനത്തിലെ അനേക വ്യക്തികൾക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുന്നവനായിരുന്നു. അബ്രഹാമിന്റെ ജീവിത സാഹചര്യം എന്ന് പറയുമ്പോൾ അബ്രഹാം മാത്രമല്ല, അബ്രഹാമിന്റെ കൂടെയുള്ള വലിയൊരു ഗണം ഉണ്ടായിരുന്നു. അവർക്കെല്ലാം വ്യക്തമായ ആഹാരങ്ങളെ കൊടുക്കുന്ന ഒരു അബ്രഹാം ഇവിടെ തന്റെ സ്വന്തം പുത്രനായ, അല്ലെങ്കിൽ ഹാഗാർ ദാസിയുടെ പുത്രനായ
ദാസനായ ആ പുത്രനും ആ ദാസിക്കും കൂടി കൊടുത്തയച്ചത് ഒരു തുരുത്തി വെള്ളവും അതിന്റെ അനുഭവങ്ങൾ മാത്രമാണ്. പക്ഷേ നമ്മൾ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, അവൾ പുറപ്പെട്ട് ബേർഷേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നതായിട്ട് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ വായിക്കുന്ന അടുത്ത വാക്യം, അവൾ അൻപിൻപാട് ഹല്ലേലൂയ ദൂരത്തിരുന്ന് കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് ഉറക്കെ കരഞ്ഞു. നമ്മളെ വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറെ വിളിച്ച്, ഹാഗാറെ നിനക്കെന്ത്, നീ ഭയപ്പെടേണ്ട എന്ന് നമ്മളവിടെ വായിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പം ആ കുഞ്ഞിന്റെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടിരുന്ന ഹാഗാറിന്റെ ജീവിതത്തിൽ ഇനി എന്തായി തീരും തന്റെ ജീവിത സാഹചര്യമെന്ന് ഓർത്ത് നിലവിളിക്കുന്ന സന്ദർഭത്തിൽ ദൈവത്തിന്റെ ദൂതൻ അവളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ വായിച്ച വാക്യത്തിലെ ആ വാക്യത്തോട് ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ ഹല്ലേലൂയ അതിന്റെ 19ാമത്തെ വാക്യ പ്രകാരം വായിക്കും, ദൈവം അവളുടെ കണ്ണ് തുറന്നതായിട്ട് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവൾ കാണാതിരുന്നത് ദൈവത്തിന്റെ ആ അത്ഭുതം ആ മരുഭൂമിയിൽ അവൾക്ക് വേണ്ടി ദൈവം തുറന്നു കൊടുത്തത് അവളുടെ കണ്ണ് തുറന്നപ്പോൾ അത് കാണാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ആ തുരുത്തി ആ നേർവ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അവളുടെ കണ്ണ് അത് കാണാതെ വണ്ണം അടഞ്ഞു കിടക്കുകയായിരുന്നു. അവളുടെ നിലവിളിയെങ്കിൽ, അവളുടെ പ്രാർത്ഥനയെങ്കിൽ, അവളുടെ കരച്ചിലെങ്കിൽ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്, ദൈവം അവളുടെ കണ്ണ് തുറന്നു. ഒരു ജീവിതത്തിന്റെ മുന്നോട്ടുള്ള അവളുടെ പ്രയാണത്തിൽ പ്രതികൂലങ്ങൾ നേരിട്ട സന്ദർഭത്തിൽ എങ്ങനെയായി തീരുമെന്ന് കരുതി നിരാശപ്പെട്ടുകൊണ്ടിരുന്ന ഹാഗാറിന്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം അവൻ ദൂതൻ ഇറങ്ങി വന്ന് അവളുടെ കണ്ണ് തുറന്നു കൊടുത്തപ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്, അവൾ ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിക്കാനിടയായി തീർന്നു. നമ്മൾ ആ വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിച്ച് അവസാനിപ്പിക്കുന്നത്, ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. നോക്കൂ, ഇവിടം കൊണ്ട് തീർന്നു എന്ന് കരുതിയ സ്ഥലവരെ ഹാഗാറിന്റെ ജീവിതം അസ്തമിച്ചു എന്ന് കരുതിയ സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം അവൾക്ക് വേണ്ടി കണ്ണു തുറന്നത് നിമിത്തം അവളുടെ ഭാവിക്ക് വേണ്ടി സ്വർഗം കരുതി എന്ന് ഈ പകലിൽ വായിക്കുന്നു, മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഇരുണ്ട അവസ്ഥയാണോ, മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണോ, ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ കണ്ണുകളെ തുറക്കുവാൻ, അത്ഭുതങ്ങളെ കാണുവാൻ എന്റെ കണ്ണുകളെ തുറക്കുവാൻ. തിരുമുൻപാകെ പ്രാർത്ഥിച്ചാൽ നിനക്കും വേണ്ടി നമുക്കും വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി ദൈവത്തിൽ സ്വർഗത്തിലെ ദൈവം വഴികളെ തുറക്കുന്ന ദൈവമാണ്. അവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. കഴിഞ്ഞു എന്ന് തോന്നിയ സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം ഒരു ജീവിതത്തിന് വേണ്ടതായ പുതുവഴി തുറന്നു കൊടുത്തുവെങ്കിൽ പുതുവഴി തുറക്കുവാൻ സ്വർഗത്തിലെ ദൈവമാണ്. അവന്റെ കണ്ണ് ദൈവം അവൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുവാനിടയായി തീർന്നു. മറ്റൊരു വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഹല്ലേലൂയ നമ്മൾ വായിക്കുന്നു, ദൈവം ഒരു കണ്ണ് തുറന്ന മറ്റൊരു വ്യക്തിയെ കുറിച്ച് അവിടെ വായിക്കുന്നു. എലീശയുടെ ശിഷ്യനായ ആ ശിഷ്യൻ, പ്രവാചക ശിഷ്യന്റെ കണ്ണ് തുറന്നതായിട്ട് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. നോക്കൂ പ്രിയമുള്ളവരെ, 6-ാമത്തെ അധ്യായത്തിൽ എലീശയെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 4-ാം രാജാവ് ശക്തനായ ഒരു രാജാവ്, ആ രാജാവ് ആ സൈന്യം അവർക്ക് നേരെ പാളയം ഇറങ്ങി. ഇങ്ങനെ പലപ്പോഴും 2 വട്ടമായി പാളയം ഇറങ്ങിയപ്പോൾ അവിടെ എവിടെയാണ് പാളയം ഇറങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ നിമിത്തം അവർക്ക് ഈ രാജ്യത്തെ ജയിക്കാൻ കഴിയാതെ പോയപ്പോൾ, ഹല്ലേലൂയ, ഈ പകലിൽ ഓർപ്പിക്കട്ടെ, ആ രാജ്യത്തെ ജയിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഈ സംഭവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ പറയുന്നു, നമ്മൾ ശയനഗ്രഹത്തിൽ സംസാരിക്കുന്നത് അവരുടെ മുൻപാകെ പറയുന്ന ഒരുവനുണ്ടെന്ന് പറഞ്ഞപ്പോൾ എലീശയ്ക്ക് ചുറ്റും എന്താണ് സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേൽ രാജാക്കന്മാരെ അറിയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ എവിടെ ഇരിക്കുന്നു എന്ന് ചെന്ന് നോക്കുവിൻ എന്ന് ആളെ അയച്ച് അവനെ പിടിക്കാമെന്ന് ആഗ്രഹിച്ച് അവിടെ ആളെ അയക്കുന്നതായിട്ട് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവൻ ദോദാനിൽ ഉണ്ടെന്ന് അറിഞ്ഞ് അവിടേക്ക് ശക്തിയുള്ളൊരു സൈന്യത്തെയും കുതിരകളെയും രഥങ്ങളെയും അയച്ചു. നോക്കൂ പ്രിയമുള്ളവരെ, ഒരു ഹല്ലേലൂയ പ്രവാചകനെ പിടിക്കാൻ വേണ്ടി ശക്തിയുള്ള സൈന്യത്തെയും കുതിരകളെയും വളഞ്ഞു വെക്കുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും പേടിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. കാരണം ഒരു സൈന്യം നമുക്ക് നേരെ വന്നാൽ നമ്മൾ അതിന്റെ മുൻപാകെ ഒന്നുമല്ല. പ്രൈസ് ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നാം കാണുന്നത് എലീശ വളരെ കൂളായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അവൻ ഒന്നും പേടിക്കുന്നില്ല. ഒരു പട്ടാളം ആക്രമിക്കാൻ വരുമ്പോൾ, ഒരു സൈന്യം ആക്രമിക്കാൻ വരുമ്പോൾ തീർച്ചയായും ഭയം നേരിടുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ അവിടെ എലീശ വളരെ നിസ്സാരമായിട്ട് ആ വിഷയത്തെ മനസ്സിലാക്കിയിട്ട് പറയുന്നുണ്ട്,
ഇവിടെ പ്രവാചക ശിഷ്യൻ പറഞ്ഞു, അയ്യോ യജമാനനെ നാം എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അതിനവൻ പറയുന്ന മറുപടി ഇപ്രകാരമാണ്, പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവനേക്കാൾ അധികമെന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. നാം വായിക്കുന്നത് എങ്ങനെയാണ്? ആ കണ്ണ് തുറന്നപ്പോൾ എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവർ കാണുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഭയന്ന് വിറച്ച് പേടിച്ചു വിറച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നിന്നു അവിടെ ശത്രുവായവൻ പിടിക്കാൻ വന്നിരിക്കുന്ന ആ സൈന്യത്തിന്റെ മുൻപാകെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഭാരപ്പെട്ട ആ ശിഷ്യന്റെ മധ്യത്തിൽ ഹല്ലേലൂയ എലീശ ഒറ്റ വാക്കേ പ്രാർത്ഥിച്ചുള്ള, കർത്താവേ ഈവന്റെ കണ്ണ് തുറക്കണമേ എന്നോടെ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അപ്രകാരം അവന്റെ പ്രാർത്ഥനയെങ്കിൽ പ്രവാചക ശിഷ്യന്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ കാണാത്ത മറ്റൊരു സൈന്യത്തെ കണ്ടു. അവൻ കാണാത്ത മറ്റൊരു സൈന്യം, ഇത് മാനുഷികമായ സൈന്യമാണ് ആകുന്നുവെങ്കിൽ ആ എലീശയ്ക്ക് ചുറ്റും നിൽക്കുന്ന സൈന്യം എന്ന് പറയുന്നത് ഹല്ലേലൂയ അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സൈന്യത്തെയാണ് എലീശയുടെ ശിഷ്യൻ അവിടെ കാണുവാനിടയായി തീർന്നത്. പിന്നെ എലീശ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ പകലിൽ പറയട്ടെ, എലീശയുടെ ശിഷ്യന് ആ ധൈര്യത്തോടുകൂടി ആ സിറ്റുവേഷൻ നേരിടാൻ കഴിഞ്ഞത് അവൻ ഒരു കാര്യം മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ, കണ്ണ് തുറന്ന് തരണമേ. ഈ പകലിൽ അവൻ ഇതുവരെയും കാണാത്ത ഒരു അത്ഭുതം, അവൻ ഇതുവരെയും മനസ്സിലാക്കാത്ത ഒരു അത്ഭുതം സ്വർഗത്തിലെ ദൈവം അവന്റെ കണ്ണ് തുറന്ന് കാണിച്ചുവെങ്കിൽ ഈ പകലിൽ പറയട്ടെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന, നമ്മെ സംരക്ഷിക്കുന്ന, നമുക്ക് കാവൽ നൽകുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കി ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ ഈ നാളുകളിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവന്റെ കണ്ണ് തുറന്ന നിമിത്തം അവൻ അത്ഭുതം കാണുവാനിടയായി തീർന്നു. ഈ പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഭാരത്തോടുകൂടെ നിരാശയോടുകൂടെ നാം ആയിരിക്കുന്നുവെങ്കിൽ ഓർക്കുക, ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇപ്രകാരം പ്രാർത്ഥിപ്പാനിടയായിട്ടെ, എന്റെ കണ്ണ് തുറന്ന് ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ എനിക്ക് ഇടയായി തീരണമേ. പുതിയ നിയമത്തിലെ രണ്ട് വ്യക്തിത്വങ്ങളെ കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുവാൻ താല്പര്യപ്പെടുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന 22-ാമത്തെ വാക്യം, അവർ ബെത്സേദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തൊടയണമെന്ന് അപേക്ഷിച്ച് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാമല്ലോ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ താൻ ആ ഗലീല മലനാടിലൂടെ അല്ലെങ്കിൽ ഗലീല കടൽത്തീരത്തൂടെ ആ മലകളിലൂടെ അല്ലെങ്കിൽ ദീർഘദൂരം സഞ്ചരിച്ചുകൊണ്ട് കർത്താവ് തന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് തന്റെ ശുശ്രൂഷയുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന അനേക രോഗികളെ താൻ സൗഖ്യമാക്കിയിട്ടുണ്ട്. അതിന്റെ എണ്ണങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, എന്നാൽ വചനത്തിൽ വായിക്കുന്നു, കൊണ്ടുവന്ന സകലരെയും അവൻ സൗഖ്യമാക്കിയിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയത്തക്ക നിലയിൽ പല അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നത്, ചില പ്രധാനപ്പെട്ട അത്ഭുതം എന്ന് പറയുന്നത് അനേകരുടെ കണ്ണ് തൊട്ട് സൗഖ്യം, അനേക കുരുടർക്ക് കർത്താവ് സൗഖ്യം നൽകിയിട്ടുണ്ട്. കർത്താവ് ആ സൗഖ്യം നൽകി. യഥാർത്ഥമായ ന്യായപ്രമാണത്തിന്റെ അത്ഭുതം എന്ന് പറയുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ന്യായപ്രമാണത്തിൽ പറഞ്ഞ അത്ഭുതം കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കൃപയാൽ നമുക്ക് ആ അത്ഭുതത്തെ കാണാൻ കഴിഞ്ഞു തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഒരിക്കൽ ഈ ലോകത്തിന്റെ മോഹങ്ങളനുസരിച്ച്, ലോകത്തിന്റെ വിധികളനുസരിച്ച്, ലോകപ്രകാരം ആരെന്നറിയാതെ ദൈവം ആരെന്നറിയാതെ സഞ്ചരിച്ച സന്ദർഭത്തിൽ നിന്നും ഈ പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ആ കർത്താവിനെ കാണാൻ കിട്ടിയതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ഈ പകലിൽ നാം വാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ കർത്താവ് അവിടെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മറ്റ് ഇതര അത്ഭുതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ പറയുന്നു, അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു, നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് അവനോട് ചോദിപ്പാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു, കർത്താവ് അങ്ങനെ മറ്റു അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ല. ഇവിടെ ഈ കുരുടനെ പിടിച്ചുകൊണ്ട് പോയാണ് കർത്താവ് അവന്റെ കൈക്ക് പിടിച്ചിട്ട് ഊരിന് വെളിയിൽ കൊണ്ടുപോയതായിട്ട് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു. അതായത് നമുക്കറിയാം, പഴയ നിയമ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പഴയ കാലഘട്ടങ്ങൾ നോക്കിയാൽ മനുഷ്യർ ഗ്രാമങ്ങളായി താമസിച്ച് കൂടി പാർക്കുന്ന ഇടങ്ങളിൽ നിന്നും ആ ഊര് എന്നാണ് അവനെ വിളിക്കുന്നത്. ആ ഒരു ചെറിയ പട്ടണം പോലെ അല്ലെങ്കിൽ ചെറിയൊരു ഗ്രാമപ്രദേശം പോലെ ഇവിടെ യേശു ഈ കുരുടനെ പിടിച്ച് ഊരിന് വെളിയിൽ കൊണ്ടുപോയതായിട്ട് അവിടെ കാണാൻ കഴിയുന്നുണ്ട്.
പിന്നെ ലാസ്റ്റ് എന്നെ അതിൽ സന്തോഷിപ്പിച്ചൊരു കാര്യം, അല്ലെങ്കിൽ ചിന്തിപ്പിച്ച മറ്റൊരു കാര്യം, നീ ഊരിൽ കടക്കുകയെ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയപ്പാൻ ഇടയായി തീർന്നു. അടുത്ത ആ വാക്യം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ അവനെ പറഞ്ഞ് വീട്ടിൽ വിട്ടെന്നാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അവൻ പറഞ്ഞ് അവനെ വീട്ടിൽ അയച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ വാക്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ കുരുടനായ മനുഷ്യൻ എങ്ങനെയോ തപ്പിത്തടഞ്ഞ് ദീർഘനാളുകൾക്ക് മുൻപ് ഈ ഊരിൽ വന്ന് പെട്ടതാണ്. ഈ ഊരിൽ വന്ന് പെട്ടിട്ട് പുറത്ത് കടക്കാൻ കഴിയാതെ വണ്ണം ആ ഊരിൽ കിടന്ന് കറങ്ങുന്ന ഒരു സന്ദർഭമായിരുന്നു ഈ മനുഷ്യനുണ്ടായിരുന്നത്. പക്ഷേ നോക്കൂ, അവിടെ കിടന്ന് കറങ്ങി മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം ദീർഘനാളുകൾക്ക് മുമ്പായിരിക്കാം ഭവനത്തിൽ പോലും മടങ്ങി വരാതെ വണ്ണം അവിടെ കിടന്ന് കറങ്ങിയ സ്ഥാനത്ത് നിന്നും കർത്താവായ യേശുക്രിസ്തു ആ കുരുടന്റെ കൈക്ക് പിടിച്ചപ്പോൾ ലക്ഷ്യമില്ലാതെ കറങ്ങിയ സ്ഥാനത്ത് അവിടെ നിന്നും അവനെ ഊരിന് വെളിയിൽ കൊണ്ടുപോയിട്ട് അവനെ സൗഖ്യം വരുത്തി അവന്റെ കണ്ണ് തുറന്നപ്പോൾ അവനോട് പറയാം, നീ തിരിച്ചു വീട്ടിലേക്ക് പോകണം, ഈ ഊരിൽ നീ കടക്കുകയെ ചെയ്യരുത്. ഇത്ര നാൾ നിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വണ്ണം ഈ ഊരിൽ കിടന്ന് കറങ്ങിയെങ്കിൽ ന്യായപ്രമാണത്തിന്റെ അത്ഭുതമായ കർത്താവായ യേശുക്രിസ്തു അവനെ തൊട്ടപ്പോൾ അവന് ജീവിതത്തിന് ലക്ഷ്യം കൊടുത്തിട്ട് മറന്നുപോയി അവന്റെ വീട്ടുകാരുടെ അടുക്കളയിലേക്ക് അവനെ മടക്കി അയച്ചെങ്കിൽ ഈ പകലിൽ പറയട്ടെ, നമ്മുടെ തമ്പുരാൻ നമ്മുടെ കണ്ണുകളെ തുറന്നാൽ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മളെ എത്തിക്കുന്നവനാണ്. ലോകം ഈ ഊരിലിട്ട് കറക്കണമെന്നാണ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ യേശു കർത്താവ് നമ്മുടെ കൈക്ക് പിടിച്ചതുകൊണ്ട് കർത്താവ് പറയുന്നു, നീ ലോകത്ത് കിടന്ന് കറങ്ങേണ്ടവനല്ല, നീ നിന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടവനാണ്. കർത്താവ് അവന്റെ കണ്ണിന് സൗഖ്യം വരുത്തിയിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, നീ വീട്ടിലേക്ക് മടങ്ങിപ്പോകുക. ഹല്ലേലൂയ. ഈ പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ ഒരിക്കൽ കറങ്ങി നടന്ന സ്ഥാനത്ത് നിന്നും ഊരിന് വെളിയിൽ കൊണ്ടുവന്ന് നമ്മുടെ കണ്ണിന് അത്ഭുതങ്ങളെ കാണിച്ചു തന്ന നമ്മുടെ കർത്താവ് നമ്മുടെ വീട്ടിലേക്ക് അയക്കുന്ന ദൈവത്തിന്റെ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുവാനിടയായിത്തീരട്ടെ. ഹല്ലേലൂയ. ലക്ഷ്യത്തിലേക്ക് നമ്മെ അയക്കുവാൻ അവൻ അത് പ്രാപ്തനാക്കിയ ദൈവകൃപയ്ക്കായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുവാനിടയായിത്തീരട്ടെ. അവസാനമായി ഒരു വ്യക്തിയെ കുറിച്ചുകൂടി വേഗത്തിൽ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചാണ് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ സകലരെയും സഭയെ മുടിപ്പിക്കാൻ വേണ്ടി കാണുന്നവരെല്ലാം പിടിച്ചു കെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ കൊല്ലുവാൻ തക്കവണ്ണം ധൈര്യത്തോടുകൂടി യാത്ര ചെയ്ത സ്ഥാനത്ത് നിന്നും അവനെ കുതിരയുടെ പുറത്ത് അവൻ സഞ്ചരിക്കുമ്പോൾ അവനെ കർത്താവ് അവന്റെ ചുറ്റും ഒരു പ്രകാശം അയച്ച് അവൻ താഴെ വീഴുവാനിടയായി തീർന്നു. നമ്മളവിടെ വായിക്കുന്ന പൗലോസ് അപ്പോസ്തലന്റെ കണ്ണ് കാണാതെ അവനെ മറ്റുള്ളവർ പിടിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. ഞാൻ അത് വായിക്കുമ്പോൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് പോലും പലർക്കും പൗലോസിന്റെ അടുക്കിലേക്ക് പോകാൻ പേടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം അവന്റെ അടുക്കിലേക്ക് പോകാൻ സകലർക്കും പേടിയാ. കണ്ണ് കാണാത്ത ഒരുവനെ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നിട്ട് പോലും ആരും അവനെ അടുപ്പിക്കാതിരുന്നു. എന്നാൽ അനന്യാസ് എന്ന് പറയുന്ന വ്യക്തി പൗലോസ് അപ്പോസ്തലനെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ച് അവന്റെ മേൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളവിടെ വായിക്കുന്നു, പൗലോസിന്റെ കണ്ണിനെ ഓപ്പറേറ്റ് ചെയ്ത് മറ്റൊരു കാഴ്ചയിലേക്ക് ഈ പൗലോസിനെ മാറ്റിയെങ്കിൽ, ഹല്ലേലൂയ. നോക്കൂ പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിൽ നിന്ന പൗലോസിനേക്കാൾ കൂടുതൽ കണ്ണ് ഓപ്പറേറ്റ് ചെയ്തൊരു അത്ഭുതം കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, പുതിയ നിയമത്തിൽ കർത്താവിനെ കണ്ട മറ്റെല്ലാ വ്യക്തികളെക്കാൾ കൂടുതൽ യേശുവിന് ന്യായപ്രമാണത്തിന്റെ അത്ഭുതമായ യേശുവിനെ കൂടുതലായി മനസ്സിലാക്കിയ ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് പൗലോസ് അപ്പോസ്തലനാണ്. അവന്റെ കണ്ണ് തുറന്നു നിമിത്തം, ഹല്ലേലൂയ, യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ലോകത്തോട് അത് വിളിച്ചു പറയുവാൻ, അവനാൽ ആവോളം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, അത് എഴുതി വെക്കുവാൻ, പ്രസംഗിക്കുവാൻ, കർത്താവിന് വേണ്ടി ഉപദ്രവങ്ങൾ സഹിക്കുവാൻ ഇടയായി തീർന്നത് അവൻ കണ്ട അത്ഭുതം കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ അത്ഭുതത്തെ കണ്ട മാത്രയിൽ അവന്റെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഈ പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി തീരട്ടെ. ന്യായപ്രമാണത്തിന്റെ അത്ഭുതമാകുന്ന ക്രിസ്തുവിനെ കാണുന്നത് തന്നെയാണ് ഈ ലോകത്തിലേക്ക് നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത്. ഈ 4 വ്യക്തിത്വങ്ങളെ ഈ പകലിൽ ഞാൻ നിങ്ങളെ മുൻപാകെ പരിചയപ്പെടുത്തിയപ്പോൾ ഓർപ്പിക്കട്ടെ, ഹാഗാറിന്റെ ലക്ഷ്യമില്ലാതെ ഇരുന്ന സ്ഥാനത്ത്, മുന്നോട്ട് എന്തായി തീരുമെന്ന് കരുതിയ സ്ഥാനത്ത് അവളുടെ കണ്ണ് തുറന്ന് അവൾക്ക് വേണ്ടി പുതുവഴി തുറന്നു കൊടുത്തുവെങ്കിൽ ദൈവിക സംരക്ഷണത്തിന്റെ ആഴത്തെ തിരിച്ചറിയുവാൻ
ചെയ്യുവാൻ. എലീശയുടെ ശിഷ്യന്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ കാണാത്ത അഗ്നിമയ രഥങ്ങളെ കാണുവാൻ ദൈവം അവന്റെ കണ്ണ് തുറന്നുവെങ്കിൽ, ഹല്ലേലൂയ, മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്ന പോലെ ബെത്സയിദയിലെത്തിയ കുരുടനെ എങ്ങും പോകാൻ കഴിയാതെ വണ്ണം ഊരിൽ കിടന്ന് വട്ടം കറങ്ങിയവനെ യേശു കർത്താവ് അവന്റെ കണ്ണ് തുറന്ന് അവന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചുവെങ്കിൽ, ലക്ഷ്യബോധത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവന്നുവെങ്കിൽ, സഭയെ മുടിക്കുവാൻ ഓടിക്കൊണ്ട് നടന്ന പൗലോസിനെ ഹല്ലേലൂയ കർത്താവ് ആദ്യം അവന്റെ കണ്ണിന്റെ കാഴ്ച പോയെങ്കിൽ രണ്ടാമത് അവന്റെ കാഴ്ച കൊടുത്ത് ഈ യേശുവാകുന്ന അത്ഭുതത്തെ ലോകത്തോട് വിളിച്ചു പറയുവാൻ അവനെ കർത്താവ് ഉപയോഗിച്ചുവെങ്കിൽ, ഈ പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിപ്പാനിടയായിത്തീരട്ടെ. ന്യായപ്രമാണത്തിന്റെ അത്ഭുതമായ ക്രിസ്തുവിനെ കണ്ടാൽ നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. നമ്മളെ എത്തിക്കേണ്ടത് എത്തിക്കും, നമ്മളെ സംരക്ഷിക്കേണ്ടത് സംരക്ഷിക്കും, പുതുവഴി തരേണ്ടത് പുതുവഴി തരും. പുത്തൻ അനുഭവങ്ങളെ നമ്മളെ നടത്തുവാൻ അവൻ ശക്തനായ ദൈവമായിരിക്കാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുവാനിടയായിത്തീരട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണത്തക്ക നിലയിൽ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കുവാൻ സ്വർഗത്തിന് പ്രസാദം തോന്നിയല്ലോ. ഈ വചനം കേൾക്കുന്ന ജനത്തിന് അതിനുള്ള അവസരങ്ങളെ കൊടുക്കണമേ. അവിടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ. കാണേണ്ടവനെ കാണുവാൻ സ്വർഗം ഇടയാക്കണമേ. ഈ അത്ഭുതങ്ങളെ കണ്ടുകൊണ്ട് ജീവിപ്പാൻ സ്വർഗം ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് തിരുമുൻപാകെ അപേക്ഷിക്കുന്നു. ഇപ്രകാരം ഇമ്മാനുവൽ മിഷൻ ടിവിയുടെ പ്രവർത്തനങ്ങളെയും ഇതിലൂടെ കേൾക്കുന്ന സകലരെയും അതിന്റെ പ്രവർത്തനങ്ങളെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിച്ചാട്ട് ഒരുമിച്ച് കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്ന കൃപ കൊണ്ട് പൊതിയണമേ. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.